മേഘാലയയിൽ മധുവിധുവിനിടെ ഭർത്താവിനെ കൊലപ്പെടുത്തിയതിൽ പങ്കുണ്ടെന്ന് ഭാര്യ സോനത്തിന്റെ കുറ്റസമ്മതം. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിനിടയിലാണ് സോനം കുറ്റസമ്മതം നടത്തിയത്. ഭർത്താവ് രാജ രഘുവംശിയെ കൊല്ലുന്നത് നോക്കി നിന്നെന്നാണ് സോനത്തിന്റെ മൊഴി. വിവാഹം കഴിഞ്ഞതു മുതൽ ഭർത്താവിനെ വകവരുത്താനുള്ള ആലോചനയിലായിരുന്നു സോനമെന്ന് പോലീസ് പറയുന്നു. അതേസമയം സോനം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ പരമാവധി ശിക്ഷ ലഭിക്കണമെന്ന് സഹോദരൻ ഗോവിന്ദ് പറഞ്ഞു. അതിക്രൂര കൊലപാതകത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. മേഘാലയയിൽ ഹണിമൂണിനിടെ ഭർത്താവ് രാജ രഘുവംശിയെ കൊലപ്പെടുത്തിയതിൽ പങ്കുണ്ടെന്ന് ഭാര്യ സോനം രഘുവംശി കുറ്റസമ്മതം നടത്തി. രാജയെ കൊല്ലുക എന്ന ഒറ്റ ഉദ്ദേശത്തോടെയാണ് മേഘാലയയിലേക്ക് മധുവിധി യാത്ര തീരുമാനിച്ചത്. വിവാഹത്തിന് 3 ദിവസം മുൻപ് പദ്ധതികൾ പ്ലാൻ ചെയ്തു. ഇക്കാര്യങ്ങളെല്ലാം കാമുകൻ രാജ് ഖുശ്വാവയോട് പങ്കുവച്ചിരുന്നു. ഇരുവരും ചേർന്നാണ് ഷില്ലോങ്ങിലെത്തിച്ച് രാജയെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടത്. നിരവധി മലകളും കൊക്കയുമുള്ള മേഘാലയയിൽ മൃതദേഹം ഉപേക്ഷിച്ചാൽ കണ്ടെത്താനാകില്ലെന്ന നിഗമനത്തിലായിരുന്നു പ്രതികൾ. ഭർത്താവുമൊത്തു പോകുന്ന സ്ഥലങ്ങളുടെ വിവരങ്ങൾ അപ്പോൾ കൊലയാളികൾക്ക് കൈമാറി. സോനം നൽകിയ യാത്രാവിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതികൾ ഇരുവരെയും പിന്തുടർന്നു. കൊലപാതകം നടന്ന സ്ഥലമെത്തുന്നതിന് തൊട്ടുമുൻപ് സോനം അവശത അഭിനയിച്ച് നടത്തം പതുക്കെയാക്കി. സോനം നൽകിയ നിർദ്ദേശത്തിനനുസരിച്ച് കൊലയാളികൾ രാജ രഘുവംശിയുടെ പിന്നാലെ ചെന്ന് ആക്രമിച്ചു. എല്ലാം കണ്ടുനിന്ന സോനം പിന്നീട് മൃതദേഹം കൊക്കയിലേക്ക് എറിയാനും പ്രതികളെ സഹായിച്ചു. മെയ് 11-നാണ് രാജയും സോനവും തമ്മിൽ വിവാഹിതരായത്. 20-ന് മേഘാലയയിൽ ഹണിമൂണിന് പോയി. 3 ദിവസത്തിനു ശേഷം ഇരുവരെയും കാണാതായതോടെ കുടുംബം പോലീസിൽ പരാതി നൽകി. ജൂൺ 2-നാണ് രാജയുടെ മൃതദേഹം കണ്ടെടുത്തത്. കേസന്വേഷണത്തിന്റെ ഭാഗമായി 42 ദൃശ്യങ്ങളാണ് ഇൻഡോറിലെ വിവിധയിടങ്ങളിൽ നിന്നായി പോലീസ് ശേഖരിച്ചത്. സോനവും കാമുകനും ചേർന്നാണ് കൊലപാതകം ആസൂത്രണം ചെയ്തതെന്ന നിഗമനത്തിൽ ജൂൺ 4-ഓടെ തന്നെ അന്വേഷണ സംഘം എത്തിയിരുന്നു. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെ ജൂൺ 8-ന് സോനം കീഴടങ്ങി. കൊലപാതക ശേഷം രാജ രഘുവംശിയുടെ ഫോണിൽ നിന്ന് 7 ജന്മം ഒരുമിച്ച് എന്ന ക്യാപ്ഷനോടെ സോനം പോസ്റ്റിട്ടു. കൊലപാതകത്തിനു ശേഷം തന്നെ ഇരയാക്കി കാണിക്കാനാണ് സോനം ശ്രമിച്ചത്. ഇതിനായി ഉത്തർപ്രദേശിലേക്ക് യാത്ര ചെയ്ത സോനം തന്റെ മയക്കുമരുന്ന് നൽകി ആരോ കടത്തിക്കൊണ്ടുപോയെന്ന് വീട്ടുകാരെ വിളിച്ചറിയിച്ചു. മോഷണ സംഘത്തിൽ നിന്ന് തന്നെ രക്ഷിക്കുന്നതിനിടയിലാണ് രാജ കൊല്ലപ്പെട്ടതെന്നാണ് കുടുംബത്തെ അറിയിച്ചത്. ആകാശ്, ആനന്ദ്, വികാസ് എന്നീ വാടക കൊലയാളികളെയാണ് കൃത്യത്തിനായി സോനവും കാമുകനും ചേർന്ന് നിയോഗിച്ചത്. ഇവർക്ക് വാഗ്ദാനം ചെയ്തത് 20 ലക്ഷം രൂപ. ആദ്യ ഗഡുവായ 15,000 രൂപ ഭർത്താവിന്റെ പേഴ്സിൽ നിന്നെടുത്താണ് സോനം കൊലയാളികൾക്ക് നൽകിയത്. രാജ രഘുവംശിയുമായുള്ള വിവാഹത്തിന് തനിക്ക് താല്പര്യമില്ലെന്നും രാജ് ഖുശ്വാഹയുമായി പ്രണയത്തിലായിരുന്നെന്നും സോനം നേരത്തെ തന്നെ കുടുംബത്തെ അറിയിച്ചിരുന്നതായി രാജയുടെ സഹോദരൻ വിപിൻ പറയുന്നു. എന്നാൽ രാജയുമായുള്ള ബന്ധത്തെ എതിർത്ത അമ്മ സ്വന്തം സമുദായത്തിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കാൻ സോനത്തെ നിർബന്ധിച്ചു. കുടുംബത്തിന്റെ സമ്മർദ്ദത്തിനൊടുവിൽ സോനം വഴങ്ങിയെങ്കിലും അനന്തരഫലങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നതായും വിപിൻ ആരോപിക്കുന്നു. എന്നാൽ മകൻ 20 വയസ്സ് മാത്രമാണ് പ്രായമെന്നും കൊലപാതകത്തിൽ പങ്കില്ലെന്നുമാണ് രാജിന്റെ കുടുംബത്തിന്റെ വാദം. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.